അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ ആൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി. എൻ്റെ പേര് ജോയ് ആൻ്റണി. ഞാൻ അന്നമനട ക്രിസ്തുരാജ പള്ളി ഇടവകാംഗമാണ്. എൻ്റെ ഭാര്യ ജിജി ജോയ്. പിന്നെ മക്കൾ എനിക്ക് 4 പേരാണ്. 4 പേരും ഇവിടെ ഇല്ല, വിദേശത്താണ്. പിന്നെ എൻ്റെ ഒരു സാക്ഷ്യം, ആദ്യമായി എനിക്ക് ഒരു ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്യേണ്ടതായിട്ട് വന്നു. അത് 2025 ഓഗസ്റ്റ് 12-ാം തീയതിയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തത്. ആദ്യം തന്നെ എനിക്ക് അതിലുണ്ടായിരുന്നത് ഒരു ഛർദി, പിന്നെ ഛർദി നിൽക്കാത്ത ഛർദി, പിന്നെ അത് കൂടാതെ ചുമ. അപ്പോൾ അങ്ങനെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ഫിസിഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആസ് ഏർലി ആസ് പോസിബിൾ താങ്കൾ ഉടനെ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിയതും നേരെ എന്നെ ICUയിലേക്കാണ് കൊണ്ടുപോയത്. പിന്നെ 8 ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറക്കിയത്. അത് കഴിഞ്ഞ് ഡോക്ടർ അവിടെ ഡോക്ടർ പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡിയാക്കായിരുന്നു, അപ്പോൾ കാർഡിയാക് സർജൻ. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ ഒരു 20-25 ദിവസം വീട്ടിലിരിക്കണം, ഞാൻ തരുന്ന മരുന്നെല്ലാം കഴിച്ച് ബോഡി ഫിറ്റായതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു 8-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. എനിക്ക് ഒരു 3-4 സ്റ്റെപ്പ് വയ്ക്കുമ്പോഴേക്കും ഭയങ്കര അണപ്പും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാൽവ്, അതിൽ ഒരെണ്ണം റീപ്ലേസ് ചെയ്തു, 2ാമത്തത് വന്നിട്ട് റിപ്പയർ ചെയ്തു, പിന്നെ 2 ബൈപ്പാസ് ഭയങ്കര ക്രിട്ടിക്കലായിരുന്നു. അപ്പോൾ എനിക്ക് എന്നിട്ട് ആ സമയത്ത് എൻ്റെ ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഉടമ്പടി പുതുക്കാനായിട്ട് എന്ത് ചെയ്താൽ വീട്ടുകാരും സമ്മതിക്കില്ല. കാരണം ഇവിടെയും വരാമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ചേട്ടനുണ്ട്, തോമസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ തലേ ദിവസം പറഞ്ഞു, ചേട്ടാ വണ്ടിക്ക് ഒരു ഓട്ടം ഉണ്ട്, നാളെ 5 മണിക്ക് വെളുപ്പിന് നമുക്ക് ആലപ്പുഴ വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ രാവിലെ തന്നെ 5 മണിക്ക് വന്നു. എന്തോ ലോഡ് കയറ്റാനാണ് എന്ന് വിചാരിച്ചിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ഞാൻ വണ്ടിയിലാണ് കയറിയിരുന്നിട്ട് പറഞ്ഞു, നേരെ ആലപ്പുഴയ്ക്ക് ആലപ്പുഴയിൽ കലവൂര് ചെല്ലണം, നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്തൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നു. ഇവിടുന്ന് ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് പുതുക്കാൻ വേണ്ടിയിട്ട് ആ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറാനായിട്ട് സ്റ്റെപ്പ് വെച്ചത് ഒരു 4 പ്രാവശ്യമെങ്കിലും 2 അടി വെച്ചിട്ടാണ് മുകളിലേക്ക്. കാരണം അത്രയധികം ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനെന്ത് മനസ്സിൽ ചിന്തിച്ചു, ഇവരൊക്കെ എല്ലാവരും എതിർത്തെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അങ്ങനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എന്നോട് എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് എടുക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ സന്തോഷത്തോടുകൂടി പോകാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാതെയോ എനിക്ക് ഉടമ്പടി പുതുക്കാതെ പറ്റില്ല എന്നുള്ളത്. ഞാനിവിടെ വന്നു. അതിനുശേഷം പിന്നെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അമ്മ മാതാവിനെ എനിക്ക് നറുക്കിൽ കിട്ടി. അമ്മ മാതാവിനോട് ഞാൻ സ്വകാര്യത്തിൽ പറഞ്ഞു, എൻ്റെ ഓപ്പറേഷനാണ്, അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അച്ഛനെ കണ്ടു. അച്ഛൻ്റെ തൈലം പുരട്ടി അച്ഛൻ പ്രാർത്ഥിച്ചു. സെയ്ത്ത് പുരട്ടി പ്രാർത്ഥിച്ചു അച്ഛൻ. ഇതിന് ശേഷം ഞാൻ വീണ്ടും പോയി ഒക്ടോബർ 3-ാം തീയതി 2025 എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു വീണ്ടും. അതിന് ശേഷം ഓപ്പറേഷൻ 9-ാം തീയതി ആയിരുന്നു. 9-ാം തീയതി രാവിലെ 8 മണിക്കെന്ന് പറഞ്ഞിട്ട് 2 പേരാ സൈൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. 2 പേരും കൂടി സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ ആങ്ങളെയും വൈഫും കൂടിയിട്ട് വന്ന് സൈൻ ചെയ്തിട്ടാണ് പിന്നെ എന്നെ കയറ്റിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രിട്ടിക്കലാണെന്നുള്ളത് പിന്നീടാണ് അതൊക്കെ മനസ്സിലാവുന്നത്. 50-50 ചാൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൊളീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മെമ്പേഴ്സായിരുന്നു. അതിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഒരു പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡിയാക് സർജനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. എന്നെ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കടത്താണ്, സർജറി റൂമിലേക്ക്. അപ്പോൾ ഉള്ളിലേക്കാണ് കടത്തുന്ന സമയത്ത് ആ ഗോളം, ലൈറ്റ് ഗോളമുണ്ട് അവിടെ. അപ്പോൾ ആ ഗോളത്തിൻ്റെ സൈഡിൽ അമ്മ മാതാവ് നിൽക്കുന്നു. ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ കണ്ണാലെ കണ്ടതാണ്.
അമ്മ മാതാവ് നിൽക്കണം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോണ സമയത്ത്, ഉടമ്പടി പുതുക്കി പോണ സമയത്ത് അമ്മോട് പറഞ്ഞിരുന്നു വരണമെന്ന്. അമ്മ വാക്ക് പാലിച്ചു, അമ്മ വന്നു. പിന്നെ ഉള്ളതൊക്കെ അവിടെ നടന്നത് മുഴുവനും അമ്മ തന്നെയാണ് ചെയ്തതെന്നാണ് എൻ്റെ 100% ഉറപ്പ്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ലാതെ എനിക്ക് ഇപ്പോൾ, അതായത് ഒരു എണ്ണം ഒരു വാൽവ് വന്നിട്ട് റീപ്ലേസ്മെൻറ്റും, നെക്സ്റ്റ് വൺ റിപ്പയർ, ദെൻ 2 ബൈപ്പാസ്, ഇത്രയും ചെയ്ത് നല്ല ആരോഗ്യത്തോടു കൂടി ഇപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നു. പിന്നെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ 4 മക്കളാണ് എനിക്ക്. ഈ 4 മക്കളുടെ കാര്യത്തിലും മാതാവ് ഓരോ സമയത്തും ഇടപെട്ടിട്ടുണ്ട്, പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് എൻ്റെ പെങ്ങളുടെ കാര്യമാണ്. അപ്പോൾ മകൻ്റെ അടുത്ത് അമേരിക്കയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പെങ്ങൾ പോകും. അപ്പോൾ പെങ്ങൾ പോകുമ്പോൾ അവിടെ ഒരു 6 മാസം 7 മാസമൊക്കെ നിന്നിട്ടൊന്നും വരുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം, ഈ കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം പോയപ്പോൾ ചേച്ചിക്ക് വന്നിട്ട് ഭയങ്കര അലർജി, ചൊറിച്ചൽ, ഭയങ്കര കടി, ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എന്നും വിളിക്കുമ്പോൾ ചേച്ചി പറയും, എടാ ഒരു നിവൃത്തിയില്ല, ആൾക്കാരുടെ മുമ്പിലൊന്നും നിൽക്കാൻ പറ്റണില്ല, എങ്ങനെയാണ് ഈ മാതിരിയാണ് എനിക്ക് എൻ്റെ മേത്ത് മുഴുവൻ ചൊറിഞ്ഞ് തടുക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു വീഡിയോ കോളിൽ വാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ചേച്ചിയുടെ നെറ്റത്തും, അതായത് ഫോണിൽ ചേച്ചിയുടെ നെറ്റത്തും കഴുത്തിലും ഞാൻ ക്രോസ് ഇട്ട് ഈശോയോടും മാതാവിനോടും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ് ചേച്ചിയും വിശ്വാസ പ്രമാണം ചൊല്ലി, ഞാനും ചൊല്ലി. അത് കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചേക്കാണ്, എൻ്റെ മേത്തൊരു കുഴപ്പമില്ലടാ, എല്ലാം മാറിയെന്ന്. ചേച്ചി സാക്ഷ്യം പറയാൻ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പം ഇത്തിരി വയ്യായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ചെറുതും വലുതുമായിട്ട് ധാരാളം അനുഗ്രഹങ്ങളാണ് തന്നേക്കണത്. ഇത് മുഴുവൻ ഇനി മക്കളുടെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വരുമ്പോൾ അവരൊരുമിച്ച് വന്ന ആൾക്കാരിൽ വന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി വീണ്ടും ഞാൻ പറയട്ടെ. പിന്നെ ഇത് കൂടാതെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമൊക്കെ ഈ അസുഖം വരുന്നതിന് മുമ്പൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട്, അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെയുള്ള നിർധനരായ കുറച്ച് രോഗികൾക്ക് ഞാൻ കുറച്ച് പൈസ കൊടുത്ത് പോരലാണ് പതിവ്. പിന്നെ ഒരു 4 കെട്ട് പത്രം എന്നും എല്ലാ മാസവും കൊണ്ടുപോകും. അത് മുഴുവൻ ഞാനൊരു 2 വീലറിൽ ഇട്ടിട്ട് ഇങ്ങനെ റോഡ് വഴിക്ക് നടന്നിട്ട് ഓരോരുത്തരെ കാണും. ചിലവരൊക്കെ അതൊക്കെ ഡിനൈ ചെയ്ത് അത് വേണ്ട, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ പറയും, ചിലവർ ചീത്ത പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനൊന്നും പറയാറില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യവും കോപമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അതൊക്കെ അങ്ങോട്ട് മാറി അമ്മ മാതാവിനോട് അടുത്തപ്പോൾ. ഇനിയിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, മരണം വരെ അമ്മയോടും ഈശോയോടും ചേർന്ന് എനിക്ക് മരിക്കുന്നവരെ പോകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആത്മീയ ജീവിതം കുർബാനയ്ക്ക് ഞാൻ വീട്ടിൽ തന്നെയാണ് കാണാറ്. ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് ഞാൻ പള്ളിയിൽ പോവാറുള്ളൂ. പിന്നെ ഒന്നാമത്തെ കാരണം ഇപ്പോഴും എനിക്ക് ചില സമയത്ത് തലകറക്കം വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ വെയിലത്തൊന്നും ഇറങ്ങി നടക്കരുത്, വളരെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇത്തിരിക്കോളം വെയിലൊക്കെ ആറിക്കഴിയുമ്പോൾ വെറുതെ വീട്ടിലിരിക്കാതെ ഒന്ന് എല്ലാവരേക്കും ഒന്ന് പോയി കാണുക. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്ന് റൗണ്ട് അടിച്ച് വരും, പലവരെയൊക്കെ കണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ പത്രവും അതൊക്കെ വിതരണം ചെയ്യും. പിന്നെ രോഗികൾ ആരായിട്ടെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീടുകളൊക്കെ ഒന്ന് സന്ദർശിച്ച് പോരും. ഇതാണ് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. അമ്മേനെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശക്തിയോടുകൂടി പറയുന്നത്. പരിശുദ്ധ അമ്മ നേരിട്ട് വന്നു. അമ്മേനെ വിളിച്ചാൽ വരാത്ത അമ്മയല്ല, അമ്മ എപ്പോഴേയും വരും. താങ്ക് യു. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. മനസ്സിലെ മുറിവുകൾ പോലും, നമ്മുടെ ഓരോരുത്തരുടെയും വേദനകൾ ദൈവത്തിന് മുൻപിൽ വിലപ്പെട്ടതാണ്. നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ഉള്ളിലെ വേദനയെ സുഖപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. നമ്മുടെ വേദനകളെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്, കൃപാസനം അമ്മ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നിരാശകൾ, രോഗാവസ്ഥകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലെ മുറിവുകളാണ്. കൃപാസനം ഉടമ്പടി വഴി
ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ്, ഒരു ആത്മീയ യാത്രയാണ് ഉടമ്പടി വഴി നമുക്ക് ലഭിക്കുന്നത്. ഉറച്ച വിശ്വാസത്തോടെയുള്ള ആത്മീയ പ്രതിജ്ഞയാണ് ഉടമ്പടി. ഏത് പ്രശ്നങ്ങളും നേരിടാനും പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും പ്രതിസന്ധികളിൽ ഓരോ കാര്യങ്ങളിലും നേരിടാനുള്ള ഒരു ശക്തിയാണ്, ഒരു ആത്മീയ ശക്തിയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ വേദനകൾ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു വഴിയാണ് ഉടമ്പടി. കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളെ പുതുക്കുന്ന ഒരു അനുഭവമാണ് ഓരോ വ്യക്തികളുടെ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോയ് ആൻ്റണി എന്ന സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃപാസനം അമ്മയുടെ സാന്നിധ്യത്തിലൂടെ രോഗത്തിൻ്റെ സൗഖ്യം ലഭിച്ചതിൻ്റെ ഒരു വലിയ ദൈവാനുഭവം. ആദ്യമായി വളരെ ബുദ്ധിമുട്ടിയാണ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞത് സർജറി വേണമെന്നാണ്. ഇവിടെ വരികയും കൃപാസനത്തിൽ വരികയും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ വരികയുണ്ടായി. പിന്നീട് ഉടമ്പടി പുതുക്കി. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കൈവപ്പ് ശുശ്രൂഷ കൂടി സൈത്ത് തേച്ച് അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും സർജറിക്ക് പോവുകയും അവിടെ ചെന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൻ ആശിച്ചത്. കാരണം ഇവിടെ പുതുക്കാനായിട്ട് നിന്നപ്പോൾ ആഗ്രഹപ്രകാരം മാതാവിനെയാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ നിശബ്ദമായ നിമിഷങ്ങളിൽ മാതാവിൻ്റെ ചെവിയിൽ പറഞ്ഞത്, അമ്മേ എൻ്റെ കൂടെ വരണം, ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മ കൂടെ വരണമെന്നാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് എല്ലാം എളുപ്പമായിരുന്നു. പക്ഷെങ്കിൽ നമുക്കറിയാം 2 ബൈപ്പാസ് സർജറി, ഒരു വാൽവ് റീപ്ലേസ്മെൻറ്റ്, ഒരു വാൽവ് റിപ്പയർ, ഇത്രയും ചെയ്ത ഒരു വ്യക്തി ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വളരെ ആരോഗ്യത്തോടെ നന്ദിയോടെ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് നമ്മുടെ മധ്യം വന്ന് നിൽക്കുന്നത്. ഇത് അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ലഭിച്ച ഒരു വളരെ പെട്ടെന്നുള്ള ഒരു രോഗസൗഖ്യവും പിന്നെ ഈ മകൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി ജീവിതത്തിലുള്ള ആ വിശ്വാസം. അമ്മയുടെ അടുത്ത് വന്നാൽ എൻ്റെ രോഗം സുഖപ്പെടുമെന്ന ആ വിശ്വാസത്തോടെ എല്ലാവരും പോകണ്ടെന്ന് പറയുമ്പോഴും ഈ മകൻ ഒന്നും നോക്കാതെ രണ്ടും കൽപ്പിച്ച് അമ്മ കൂടിയുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും വേണ്ട എന്നുള്ളൊരു ആശ്വാസമാണ് കൃപാസനം അമ്മ സന്നിധിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ ഒരു സമാധാനം, ഒരു ശക്തി, ഒരു ധൈര്യമാണ് ഈ മകന് ഈ സഹോദരൻ ലഭിച്ചത്. ആ ധൈര്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു പുതിയ ജീവിതമാണ്. ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച വിശ്വാസത്തോടെയുള്ള ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. അതുകൊണ്ടാണ് ആ ഹൃദയത്തിൻ്റെ ആ എല്ലാ ട്രീറ്റ്മെൻറ്റും വളരെ ഭംഗിയായിട്ട് തന്നെ വിജയകരമായിട്ട് ശസ്ത്രക്രിയ ചെയ്യുവാൻ സാധിച്ചത്. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കർത്താവ് പുതിയൊരു ജീവിതം തന്നെയാണ് ഈ സഹോദരൻ നൽകിയത്. ഹൃദയവാൽവ് പിന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മറുപടിയാണ് ഹാർട്ട് വാൽവ് റീപ്ലേസ്മെൻറ്റ് വിജയകരമായിട്ട് തീർത്തത്. ദൈവത്തിൻ്റെ നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരവായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലും തകർന്ന നിമിഷങ്ങളിൽ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്കും വിശ്വസിക്കാം. കൃപാസനം മാതാവിൻ്റെ സാന്നിധ്യത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. കൃപാസനം അമ്മ നമ്മുടെ വേദനകൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തകർന്ന മനസ്സുകൾ പുതുക്കപ്പെടുന്ന, നിരാശ പ്രത്യാശയാക്കി മാറ്റുന്ന, വേദന അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു വലിയ സാക്ഷ്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കാനും എല്ലാ കാര്യത്തിലും ഈശോയുടെ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്കും ശ്രമിക്കാം. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ. ജോയ് ആൻ്റണിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.